സ്വാശ്രയ പ്രശ്നത്തിൽ സമരം ചെയ്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചുവെന്നാരോപിച്ച് നാളെ തിരുവനന്തപുരം ജില്ലയിൽ ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തു. UDF യോഗത്തിലാണ് തീരുമാനം. മുൻപൊന്നുമില്ലാത്ത വിധം ക്രൂരമായാണ് പോലീസ് വിദ്യാർത്ഥികളെ നേരിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. ഒരു കാലത്തും വിദ്യാർത്ഥി യുവജന സമരങ്ങളോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഭീകരമായ മർദ്ദനമാണ് പോലീസ് അഴിച്ചുവിട്ടത്. സാധാരണഗതിയിൽ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സമരം ഉണ്ടാകുമ്പോൾ പോലീസ് ആത്മസംയമനം പാലിക്കാറുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ ശുചീകരണ തൊഴിലാളികളെ അകാരണമായി പിരിച്ചുവിട്ടു. സ്റ്റേഷനിലെ മാലിന്യ നീക്കം സ്തംഭിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടവർ പ്രക്ഷോഭത്തിലേക്ക്. റെയിൽവേ കരാർ നൽകിയിരുന്ന കമ്പനിയാണ് 23ഓളം ശുചീകരണ തൊഴിലാളികളെ നിയമിച്ചിരുന്നത്. ഈ തൊഴിലാളികൾക്ക് കരാറുകാരൻ മാസങ്ങളായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വൈകിയാണ് നൽകിയിരുന്നത്. ഓണത്തിനാകട്ടെ ബോണസ് നൽകാതെ 4000 രൂപ തവണകളായി തിരികെ നൽകണമെന്ന വ്യവസ്ഥയിൽ വായ്പ നൽകുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധമുയർത്തിയ തൊഴിലാളികളെയാണ് കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. പിരിച്ചുവിടപ്പെട്ട തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. തിരിച്ചെടുക്കുന്നതുവരെയും സമരം തുടരുമെന്നും തൊഴിലാളികൾ പറഞ്ഞു. 26 പേരാണ് ഞങ്ങളുള്ളത്. അതിൽ 10 പേരെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. 10 പേരെ പിന്നെ 10 ദിവസം കഴിയുമ്പോൾ എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ റെയിൽവേ നേരിട്ട് നിങ്ങളുടെ കയ്യിൽ ശമ്പളം തരുവാണെന്ന് പറഞ്ഞു. അപ്പം കോൺട്രാക്ടുകാർ ഞങ്ങളെ നേരത്തെ അറിയിക്കുകയോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഈ പിരിച്ചുവിട്ടത് എന്തിനാണ്, കാരണം എന്തുവാണെന്ന് ഞങ്ങൾക്ക് അറിയണം. ഓഫീസ്, പ്രവേശന കവാടം, പ്ലാറ്റ്ഫോം, പാളം എന്നിവിടങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ് ശുചീകരണ തൊഴിലാളികളിലേറെയും. ഇവർ പിരിച്ചുവിടപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനിലെ മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. ട്രാക്കിലെ വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്യാത്തതിനാൽ സ്റ്റേഷൻ പരിസരത്ത് ദുർഗന്ധം വമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ലോറി സമരത്തെ തുടർന്ന് നിർമ്മാണം സ്തംഭിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണം പുനരാരംഭിച്ചു. ലോറി ഉടമസ്ഥരുമായി പോർട്ട് അധികൃതർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് നിർമ്മാണം സ്തംഭിച്ചിരുന്നത്. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് ലോറികൾ പദ്ധതി പ്രദേശത്തേക്ക് എത്തിത്തുടങ്ങി. ലോറി ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പണിമുടക്കിയതിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന രാജ്യാന്തര തുറമുഖം പദ്ധതിയുടെ പുലിമുട്ട് നിർമ്മാണം പുനരാരംഭിച്ചു. അദാനി ഗ്രൂപ്പുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിക്കാൻ ലോറി ഉടമകൾ തയ്യാറായത്. നിലവിൽ ലഭിക്കുന്ന നിരക്ക് കുറവാണെന്നും വാഹനങ്ങൾക്ക് അന്യായമായി പോലീസ് പിഴ ചുമത്തുകയാണെന്നും കാണിച്ച് വിവിധ ലോറി ഉടമകളുടെ സംഘടനകളാണ് പണിമുടക്കിയത്. എന്നാൽ സമരക്കാരുമായി ധാരണയിലെത്തിയതിനെ തുടർന്ന് സമരം പിൻവലിച്ചു. ഈ അടുത്ത കാലത്തായി അത് നടക്കാൻ ചില തടസ്സങ്ങൾ ഇടയ്ക്കുണ്ടാകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ അക്കാര്യത്തിൽ വളരെയധികം ആശങ്ക. അത്തരത്തിലുള്ള ശക്തികളെ തീർച്ചയായും ജനങ്ങളും അതേപോലെ തന്നെ ഗവൺമെന്റും തിരിച്ചറിഞ്ഞ് തീർച്ചയായും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ച് പണി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. ഓണത്തിനു ശേഷം തുറമുഖത്തിന്റെ പുലിമുട്ട് നിർമ്മാണം പൂർണ്ണമായി നിലച്ചിരുന്നു. സമരം ഒത്തുതീർപ്പായതിനെ തുടർന്ന് ശനിയാഴ്ച മുതൽ ലോറികൾ പദ്ധതി പ്രദേശത്തേക്ക് കരിങ്കല്ലുമായി എത്തിത്തുടങ്ങി. 3200 മീറ്റർ ദൂരം വരുന്ന പുലിമുട്ട് നിർമ്മാണം ഇപ്പോൾ 400 മീറ്ററിൽ എത്തി നിൽക്കുകയാണ്. തുറമുഖ നിർമ്മാണം 1000 ദിവസങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. അടിക്കടി തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നതിന്റെ ആശങ്കയിലാണ് വിഴിഞ്ഞം പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മൺട്രോതുരുത്ത് വില്ലേജിൽ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് കൊല്ലം RDO നിരോധിച്ചു. ഭൂനിരപ്പിൽ നിന്നും മൺട്രോതുരുത്ത് താഴ്ന്നുവെന്ന ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പഠന റിപ്പോർട്ടിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കും. ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് മൺട്രോതുരുത്തിൽ നിന്ന് കുടുംബങ്ങൾ പലായനം ചെയ്യുന്നുവെന്ന് പീപ്പിൾ TV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് സർക്കാരും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഇടപെട്ടു. പിന്നീട് കേന്ദ്ര ഭൗമ മന്ത്രാലയവും മൺട്രോതുരുത്തിനെക്കുറിച്ച് പഠനം നടത്തി. പരിസ്ഥിതി ദുർബല പ്രദേശമായി പ്രഖ്യാപിക്കുന്നത് ഈ പഠന റിപ്പോർട്ട് പ്രകാരമാണ്. മൺട്രോതുരുത്തിൽ ഖനനവും നികത്തലും നിരോധിക്കണമെന്ന് നിരവധി പരാതികളും നിവേദനങ്ങളും പിണറായി വിജയൻ സർക്കാരിന് ലഭിച്ചിരുന്നു. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കൊല്ലം RTO രാജചന്ദ്രൻ മൺട്രോതുരുത്ത് വില്ലേജിലാകെ താഴ്ന്ന പ്രദേശങ്ങൾ മണ്ണിട്ട് നികത്തുന്നത് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. കണ്ടൽക്കാടുകൾ വളരെ പ്രയോജനമാണ്. കണ്ടൽക്കാട് നശിപ്പിക്കുന്നത് ആ ഭൂപ്രദേശം തന്നെ ഇല്ലാതാകുന്നതിന് സാധ്യത ഉണ്ടെന്നാണ് പഠന റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ജില്ലാ കളക്ടറുടെ അനുമതിയോടുകൂടി ഈ പ്രദേശം ഈ വില്ലേജിൽ മുഴുവനും മണ്ണിടുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ചുകൊണ്ട് ഇന്ന് ഉത്തരവായിട്ടുള്ളത്. കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടതും തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ നികത്തിയതും വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെന്നും ജലജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയായെന്നും RTO ചൂണ്ടിക്കാട്ടി. അഷ്ടമുടിക്കായലിലെയും കല്ലടയാറിലെയും ജലവിധാനം ഉയർന്നതാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന മൺട്രോതുരുത്തിനെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുന്നത്. ഇതിനോടകം നിരവധി കുടുംബങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വീടുകൾ ഉപേക്ഷിച്ച് പലായനം ചെയ്തു. രാജ്കുമാർ, കൊല്ലം.
പൊതുമേഖലാ സ്ഥാപനമായിരുന്ന കാസർഗോഡ് ആസ്ട്രൽ വാച്ചസ് ഫാക്ടറി സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു. പ്രതിസന്ധികളെ തുടർന്ന് 1.5 പതിറ്റാണ്ട് മുൻപാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടിയത്. വൈവിധ്യവൽക്കരണത്തിലൂടെ ഫാക്ടറി പ്രവർത്തന സജ്ജമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 1980-ൽ LDF സർക്കാരിന്റെ കാലത്താണ് വ്യവസായ വകുപ്പിന് കീഴിൽ പൊതുമേഖലാ സംരംഭം എന്ന നിലയിൽ കാസർഗോഡ് അസ്ട്രാൾ വാച്ചസ് പ്രവർത്തനം ആരംഭിച്ചത്. കേന്ദ്ര പൊതുമേഖലാ സംരംഭമായിരുന്ന HMD വാച്ചസിന്റെ സ്പെയർ പാർട്സുകൾ കൂട്ടിയോജിപ്പിച്ച് കൈമാറുകയാണ് ഇവിടെ ചെയ്തു വന്നിരുന്നത്. HMD നേരിട്ട പ്രതിസന്ധിയോടെ അസ്ട്രാൾ വാച്ചസ് നിശ്ചലമായി. 200ഓളം സ്ത്രീ തൊഴിലാളികളും ഇതോടെ തൊഴിൽരഹിതരായി. 1.5 പതിറ്റാണ്ടായി അസ്ട്രാൾ വാച്ചസ് അടഞ്ഞുകിടക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒരു വ്യവസായ സംരംഭം തുടങ്ങണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. CITU കാസർഗോഡ് ഏരിയ സെക്രട്ടറി K. ഭാസ്കരൻ. വ്യവസായ വകുപ്പിന്റെ കയ്യിലുള്ള ഒരു കോടാനുകോടി രൂപ വരുന്ന ആസ്തിയാണ് കൈവശമുള്ളത്. അത് പ്രയോജനപ്പെടുത്തി വീണ്ടും ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തെങ്കിലും സംരംഭം ആരംഭിച്ചാൽ വളരെയധികം ഗുണപ്രദമായിരിക്കും ഈ പ്രദേശത്ത്. ഒരു വാച്ച്മാൻ മാത്രമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഏക ജീവനക്കാരൻ. മദ്യപാനികൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കെട്ടിടങ്ങളും തകർച്ചയിലെത്തി നിൽക്കുന്നു. മറ്റു ജില്ലകളിൽ സ്ഥലവും കെട്ടിടവും ഇല്ലാത്തതാണ് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാൻ പ്രശ്നമെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നഗര മധ്യത്തിൽ തന്നെ കാസർഗോഡ് അസ്ട്രാൾ വാച്ചസ് ലിമിറ്റഡിന്റെ കെട്ടിടവും സ്ഥലവും 2 പതിറ്റാണ്ടായി അടച്ചുപൂട്ടിയ നിലയിലാണ്. ക്യാമറാമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് എല്ലാവർക്കും വിനോദസഞ്ചാരം സാധ്യമാക്കാനുള്ള നടപടികളുമായി സംസ്ഥാന ടൂറിസം വകുപ്പ്. ഭിന്നശേഷിക്കാർ അടക്കമുള്ളവർക്ക് വിനോദസഞ്ചാരത്തിനുള്ള സൌകര്യമൊരുക്കുമെന്ന് ടൂറിസം മന്ത്രി AC മൊയ്തീൻ പീപ്പിൾ TVയോട് പറഞ്ഞു. പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വളർത്തിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. എല്ലാവർക്കും വിനോദസഞ്ചാരം എന്നതാണ് ഈ വർഷത്തെ ലോക വിനോദസഞ്ചാര ദിന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം പ്രാവർത്തികമാക്കുകയാണ് സംസ്ഥാന ടൂറിസം വകുപ്പ്. ഭിന്നശേഷിക്കാരടക്കമുള്ളവർക്ക് വിനോദസഞ്ചാരം സാധ്യമാക്കാൻ നടപടികളെടുക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പീപ്പിൾ TVയോട് പറഞ്ഞു. യാത്ര പോകാൻ ആഗ്രഹമുള്ള മുഴുവൻ ആളുകളെയും ടൂറിസത്തിൻ്റെ സാധ്യതയിലേക്ക് അവരെ അടുപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ ശാരീരിക അവശതകൾ കൊണ്ട് അവർക്ക് യാത്ര പോകാൻ കഴിയാതിരിക്കരുത്. കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ, വാർദ്ധക്യത്തിൻ്റെ അവശതകൾ അനുഭവിക്കുന്ന ആളുകൾ, ഇത്തരം ആളുകളാകെ വിനോദസഞ്ചാര മേഖലയുടെ ഭാഗമാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് കേരള ടൂറിസം കരുതുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഭിന്നശേഷിക്കാർക്കായുള്ള സൗഹൃദ കേന്ദ്രങ്ങളാക്കി മാറ്റും. ഇതിനായി പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷിതത്വവും ശുചിത്വവും കേരളീയ ഭക്ഷണങ്ങളുടെ ലഭ്യതയും ഉറപ്പാക്കും. ടൂറിസം ദിനത്തോടനുബന്ധിച്ച് പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് തോടും നീർച്ചാലും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിസ്സംഗത തുടരുന്നു. തോടും നീർച്ചാലും പൂർവ്വസ്ഥിതിയായാലേ ആറന്മുളയിലെ കൃഷി നല്ല രീതിയിൽ മുന്നോട്ടു പോകൂ. മണ്ണ് നീക്കം ചെയ്യാൻ ഹൈക്കോടതി ജില്ലാ ഭരണകൂടത്തിന് അനുവദിച്ച സമയം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന നയങ്ങളിലൊന്നാണ് ആറന്മുളയിൽ കൃഷി ഇറക്കുക എന്നത്. കഴിഞ്ഞ ദിവസമാണ് കൃഷിമന്ത്രി അതിന് തുടക്കമിട്ടതും. ആദ്യഘട്ടത്തിൽ 56 ഹെക്ടർ ഭൂമിയിലാണ് കർഷകരുടെ സഹകരണത്തോടെ പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ കൃഷി നല്ല രീതിയിൽ നടപ്പിലാവണമെങ്കിൽ വിമാനത്താവള പദ്ധതി പ്രദേശത്തിനായി നികത്തിയ തോടും നീർച്ചാലുമെല്ലാം പഴയ രീതിയിൽ സ്ഥാപിക്കണം. വിമാനത്താവള പദ്ധതിക്കായി നികത്തിയ തോടും നീർച്ചാലും പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് 2014 ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. എന്നാൽ ജില്ലാ ഭരണകൂടം ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല. ഇവിടെ കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് ജലം ആവശ്യമാണ്. ഇറിഗേഷൻ സൗകര്യങ്ങൾ പഴയത് മുഴുവൻ ഇപ്പം മണ്ണ് മൂടിക്കിടക്കുകയാണ്. ഇവിടെ ഇറിഗേഷൻ തോടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോഴിത്തോടുണ്ടായിരുന്നു. ഇതെല്ലാം മണ്ണ് മൂടിക്കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം അതെല്ലാം പുനഃസ്ഥാപിക്കാനും അടിയന്തര ശ്രദ്ധ അക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഉണ്ടായില്ലെങ്കിൽ കൃഷി ബുദ്ധിമുട്ടാവും. കൃഷിമന്ത്രി തന്നെ ഇത് നടപ്പിലാക്കണമെന്ന് ജില്ലാ കളക്ടർക്ക് നേരിട്ട് നിർദ്ദേശവും നൽകിയിരുന്നു. ഇതും നടപ്പിലായില്ല. ഹൈക്കോടതി നൽകിയ സമയപരിധിയും ഇതിനോടകം അവസാനിച്ചു. വിമാനത്താവള പദ്ധതി പ്രദേശം മിച്ചഭൂമിയായി പ്രഖ്യാപിക്കാനുള്ള നടപടി എന്തായി എന്ന് ജില്ലാ ഭരണകൂടത്തോട് ചോദിച്ചാൽ അവർക്കും യാതൊരു വിവരവുമില്ല. ഇനി ആറന്മുളയിലെ കൃഷി നല്ല രീതിയിൽ നടപ്പിലാകണമെങ്കിൽ നിസ്സംഗത വെടിഞ്ഞ് ജില്ലാ ഭരണകൂടം പ്രവർത്തിച്ചേ മതിയാകൂ. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഔഷധിക്ക് അന്താരാഷ്ട്ര വിപണി സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ. മെഡിക്കൽ ടൂറിസത്തിന്റെ സാധ്യത മുതലെടുക്കാൻ ഔഷധിയെ പൂർണ്ണ സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഔഷധിയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി വിപണന സാധ്യത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഔഷധി ചെയർമാൻ KR വിശ്വംഭരൻ വ്യക്തമാക്കി. മെഡിക്കൽ ടൂറിസം, അപ്പം ധാരാളം വിദേശികൾ ഇവിടെ വരുന്നുണ്ട്. നമുക്ക് നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റും നല്ല സൗകര്യങ്ങളും കൊടുക്കുക. നമ്മുടെ മാർക്കറ്റിംഗ് സംവിധാനവും ജനങ്ങളിൽ ഇതിലുള്ള വിശ്വാസവും അത് വികസിപ്പിച്ചെടുക്കുക.
ആയുർവേദ മരുന്നുകളുടെ വില നിയന്ത്രണത്തിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണക്കാർക്കും ഇത് പ്രയോജനപ്പെടുത്തക്ക രീതിയിൽ അത് കൊണ്ടുവരിക, മാർക്കറ്റിലെ വില നേരത്തെ MD സൂചിപ്പിച്ചതുപോലെ മാർക്കറ്റിലെ വില നിയന്ത്രിക്കുക. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ കലക്ടർ, അങ്കമാലി ടെൽക്ക് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കേരള ബുക്സ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റി എന്നിവയുടെ MD തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച KR വിശ്വംഭരൻ കഴിഞ്ഞ 19-നാണ് ഔഷധി ചെയർമാനായി ചുമതലയേറ്റത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട്ടിലെ ആദിവാസി കുടുംബങ്ങളുടെയും ഭവനരഹിതരുടെയും കണക്കുകൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമല്ലെന്ന് വിവരാവകാശ മറുപടി. ഇവർക്കായി ചെലവഴിച്ച കോടികളുടെ കൃത്യമായ കണക്കുകൾ മാത്രമാണ് ഇവിടെ നിന്നും ലഭിച്ചത്. എന്നാൽ പട്ടികവർഗ വികസന ഓഫീസിൽ നിന്നും ഈ മറുപടി പോലും ലഭിച്ചില്ല. വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കായി കഴിഞ്ഞ 10 വർഷം ചെലവഴിച്ച തുകയും ഭവനരഹിതരുടെ എണ്ണവും ആവശ്യപ്പെട്ട് ബത്തേരി സ്വദേശിയായ TK കുഞ്ഞുമുഹമ്മദ് നൽകിയ വിവരാവകാശ അപേക്ഷയിലാണ് ഈ വിധമുള്ള മറുപടി ലഭിച്ചത്. പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾക്കായി സമർപ്പിച്ച അപേക്ഷയിൽ പട്ടികവർഗ വകുപ്പ് ജില്ലാ ഓഫീസിൽ നിന്ന് മാസങ്ങളായിട്ടും മറുപടി ലഭിച്ചിട്ടുമില്ല. ഇതു സംബന്ധിച്ചുള്ള കണക്കുകൾ കൈവശമില്ലെങ്കിലും പട്ടികജാതി വിഭാഗങ്ങൾക്കായി ഭവന നിർമ്മാണത്തിന് 14.70 കോടി രൂപയും സ്ഥലം വാങ്ങുന്നതിന് 6.65 കോടി രൂപയും മറ്റിനങ്ങളിൽ 4 കോടി രൂപയോളം ചെലവഴിച്ചതായും കൃത്യമായ കണക്കുണ്ട്. പട്ടികവർഗ വകുപ്പ് ജില്ലാ ഓഫീസിൽ അപേക്ഷ എത്തിയിട്ട് 2 മാസം കഴിഞ്ഞു. ഇവർക്കായി ചെലവിട്ട കോടികൾ മേൽപ്പറഞ്ഞതിലും കൂടും. കോടികളുടെ കണക്കും വികസനവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വ്യക്തമാവുന്നത് പേടിച്ചാണ് കഴിഞ്ഞകാല കണക്കുകൾ അധികൃതർ മൂടിവെക്കുന്നതെന്നാണ് അപേക്ഷകന്റെ ആക്ഷേപം. ന്യൂസ് ബ്യൂറോ, വയനാട്. ആശുപത്രി തുടങ്ങാനെന്ന പേരിൽ തിരുവനന്തപുരം സ്വദേശിയായ യുവാവിൽ നിന്നും പണം തട്ടിയ യുവതിയെ പോലീസ് പിടികൂടി. കോട്ടയം സ്വദേശിനി നിയ എന്ന ഇബ്രാഹിമാണ് അറസ്റ്റിലായത്. പണം തിരികെ ചോദിച്ചപ്പോൾ യുവാവിന്റെ നഗ്ന ഫോട്ടോകൾ പുറത്തുവിടുമെന്ന് യുവതി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങൾക്കായി കഴിഞ്ഞ 10 വർഷം ചെലവഴിച്ച തുകയും ഭവനരഹിതരുടെ എണ്ണവും ആവശ്യപ്പെട്ട് പരിചയപ്പെടുത്തി തിരുവനന്തപുരം സ്വദേശിയായ യുവാവുമായി സൗഹൃദത്തിലായ ശേഷമാണ് നിയ എന്ന ഇബ്രാഹിം പണം തട്ടിയത്. പുതിയ ആശുപത്രി തുടങ്ങുന്നുണ്ടെന്നും ബിസിനസ് പങ്കാളിയാക്കാമെന്നും വാഗ്ദാനം നൽകി യുവാവിൽ നിന്നും 1,25 ലക്ഷം രൂപ വാങ്ങുകയായിരുന്നു. പിന്നീട് സംശയം തോന്നിയ യുവാവ് പണം തിരികെ ചോദിച്ചപ്പോൾ യുവതി പണം നൽകിയില്ലെന്നും ഇരുവരും ഒരുമിച്ചുള്ള നഗ്ന ഫോട്ടോകൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും യുവാവിന്റെ പരാതിയിൽ പറയുന്നു. നെയ്യാറ്റിൻകരയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന യുവതിയെ മെഡിക്കൽ കോളേജ് പോലീസാണ് പിടികൂടിയത്. മെഡിക്കൽ കോളേജ് CI ബിനുകുമാർ. പുതിയ ആശുപത്രി തുടങ്ങാനാണെന്നും തുടങ്ങി അതിന് 10-11 കോടി രൂപ ചെലവ് വരുമെന്നും 1.25 കോടി നൽകിയാൽ നിങ്ങളെ അതിൽ പാർട്ണറാക്കാമെന്നും ഡയറക്ടർ ബോർഡിൽ ഒരു മെമ്പർ ആക്കാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ 1.25 കോടി രൂപ മേടിച്ചെന്ന് പറഞ്ഞ് നമുക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇബ്രാഹിമിനെതിരെ കൊല്ലം, കോട്ടയം, ചെങ്ങന്നൂർ തുടങ്ങിയവിടങ്ങളിലും സമാന കേസുകളുള്ളതായും പോലീസ് പറഞ്ഞു. യുവതിയിൽ നിന്നും പണവും സ്വർണവും മൊബൈൽ ഫോണുകളും നിരവധി സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വധക്കേസിലെ ദൃക്സാക്ഷിയെ കൊന്ന് ചാലക്കുടി പുഴയിൽ തള്ളിയ സംഭവത്തിൽ 9 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. തമിഴ്നാട് തിരുച്ചെങ്കോട് മുനിസിപ്പൽ കൌൺസിലറെ വെട്ടിക്കൊന്ന കേസിലെ ഏക ദൃക്സാക്ഷി ഷൺമുഖത്തെ കൊലപ്പെടുത്തിയവർക്കാണ് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് 40,000 രൂപ വീതം പിഴയും വിധിച്ചു. തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഷൺമുഖൻ തിരുച്ചെങ്കോട് മുനിസിപ്പൽ കൌൺസിലർ അളകരസനെ വെട്ടിക്കൊന്ന കേസിൽ ഏക ദൃക്സാക്ഷിയായിരുന്നു. ഇതേ സംഭവത്തിലെ പ്രതികളാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാക്ഷിയായ ഷൺമുഖനെ കൊലപ്പെടുത്തിയത്. 2004 ഡിസംബറിൽ ഷൺമുഖനെ തട്ടിക്കൊണ്ടുവന്ന കൊലപ്പെടുത്തി ചാലക്കുടി പുഴയിൽ തള്ളുകയായിരുന്നു. കേസിൽ പ്രതികളായ 9 പേർക്ക് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജീവപര്യന്തത്തിന് പുറമെ 14 വർഷവും 9 മാസവും തടവ് വിധിച്ചു. ചെങ്കോട്ടപ്പാളയം സ്വദേശികളായ യെല്ലപ്പൻ, ശിവകാമി, സെന്തിൽ, ഈറോഡ് സ്വദേശികളായ ലക്ഷ്മണൻ, രമേഷ്, സേലം സ്വദേശി ജഗദീഷ്, മുത്തു, അങ്കമുത്തു എന്നിവർക്കാണ് ശിക്ഷ. തിരുച്ചെങ്കോട് മുനിസിപ്പൽ കൌൺസിലറായിരുന്ന അളകരസൻ എന്നയാളെ കൊലപ്പെടുത്തുന്നത് ഈ പ്രതികളും മറ്റ് പ്രതികളും ചേർന്ന് കൊലപ്പെടുത്തുന്നത് കണ്ട ഏക ദൃക്സാക്ഷിയായിരുന്നു. ആ ഏക ദൃക്സാക്ഷി കോടതിയിൽ മൊഴി പറയാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി തമിഴ്നാട്ടിലും മറ്റും ഉപയോഗിക്കുന്ന കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി ചാലക്കുടി പുഴയുടെ പാലത്തിന്റെ മുകളിൽ നിന്നും ഡെഡ് ബോഡി താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു. പ്രതികൾ ഓരോരുത്തർക്കും 40,000 രൂപ വീതം പിഴയും വിധിച്ചു. കൊല്ലപ്പെട്ട ഷൺമുഖന്റെ മകൾക്ക് സർക്കാർ 2.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. 18 സാക്ഷിമൊഴികളും 47 രേഖകളും 7 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്നു. 10-ാം പ്രതി പൊള്ളാച്ചി സ്വദേശി ഗോവിന്ദരാജ് ഒളിവിലായിരുന്നതിനാൽ വിചാരണ നടത്താനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുത്തൂറ്റിൽ നടന്ന റെയ്ഡിൽ 800 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തി. നിക്ഷേപകരെ സംബന്ധിച്ച് വ്യക്തമായ രേഖകളില്ല. ക്രമക്കേടിന്റെ യഥാർത്ഥ കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സ് പ്രണവ് കുമാർ പറഞ്ഞു.
മുത്തൂറ്റ് ഗ്രൂപ്പിന്റെ രാജ്യമൊട്ടാകെയുള്ള പണമിടപാട് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിലാണ് 800 കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. ആരാണ് നിക്ഷേപകർ എന്നത് സംബന്ധിച്ച വ്യക്തമായ രേഖകൾ സ്ഥാപനത്തിലില്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തി. കള്ളപ്പണ നിക്ഷേപമുണ്ടോ എന്നും സ്വർണ്ണപ്പണയത്തിലെ ക്രമക്കേടും പരിശോധിച്ചു വരികയാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇൻകം ടാക്സ് ഡയറക്ടർ ജനറൽ പ്രണബ് കുമാർ പറഞ്ഞു. 60 ദിവസത്തിനകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. Deposit holders who could not explain their sources. There are many people are there, so that we are also we cannot from the name it is not possible because there is still we have to find out. മുത്തൂറ്റിലെ റെയ്ഡിന് ശേഷം നിരവധി പേർ വരുമാനം വെളിവാക്കൽ പദ്ധതിക്കായി ആദായനികുതി വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടെന്നും പ്രണബ് കുമാർ പറഞ്ഞു. പൊതുപ്രവർത്തകരുടെ കള്ളപ്പണ നിക്ഷേപ വിവരങ്ങൾ തേടിക്കൊണ്ട് വിജിലൻസ് ഡയറക്ടറുടെ കത്ത് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും കൈമാറാൻ നിയമപ്രശ്നങ്ങളുണ്ടെന്നും പ്രണബ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിലമ്പൂർ മുണ്ടക്കടവ് കോളനിയിൽ മാവോവാദി സംഘം പോലീസിന് നേർക്ക് വെടിയുതിർത്തു. ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മാവോവാദികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നിലമ്പൂർ കരുളായി വനത്തിലെ മുണ്ടക്കടവ് കോളനിയിലാണ് വീണ്ടും മാവോവാദി സംഘമെത്തിയത്. ഇവിടെ ആദിവാസികൾക്കിടയിൽ 6 സംഘം ക്ലാസ് എടുക്കുന്നുവെന്ന വിവരം ലഭിച്ചതോടെ പോലീസ് എത്തി. ഇതോടെ സംഘം ഉൾവനത്തിലേക്ക് കടന്നു. പിന്തുടർന്ന തണ്ടർബോൾട്ട് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. 5 തവണ വെടിയുതിർത്തെങ്കിലും ആർക്കും പരിക്കില്ല. മാവോവാദി നേതാവ് സോമനും ഒരു സ്ത്രീയും ഉൾപ്പെട്ടതാണ് 6 സംഘം. രാത്രി വൈകിയും ഇവർക്കായുള്ള തിരച്ചിൽ തുടർന്നു. ജില്ലാ പോലീസ് മേധാവി ദേബേഷ് കുമാർ ബെഹ്റ കോളനിയിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. നെടുങ്കയത്ത് നിന്ന് 5 കിലോമീറ്റർ ഉൾവനത്തിലാണ് മുണ്ടക്കടവ് കോളനി. ഉൾവനത്തിൽ കഴിഞ്ഞ ദിവസം മാവോവാദി സംഘം രക്തസാക്ഷികളുടെ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നതായി അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മുൻ മന്ത്രി കെ ബാബുവിന്റെ മക്കളെ വിജിലൻസ് ചോദ്യം ചെയ്യും. മക്കളുടെ വിവാഹ ചെലവിനെക്കുറിച്ച് അന്വേഷിക്കാനും വിജിലൻസ് തീരുമാനിച്ചു. ഇരുവരുടെയും വിവാഹത്തിന് കെ ബാബു 100 പവൻ വീതം സ്വർണം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കെ ബാബുവിന്റെ മക്കളായ ആതിര, ഐശ്വര്യ എന്നിവരെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇരുവരുടെയും വിവാഹ ചെലവ് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കും. ബാബു മന്ത്രിയായിരിക്കെയായിരുന്നു ഇളയ മകളുടെ വിവാഹം. കലൂർ സ്റ്റേഡിയത്തിന് പുറത്തിറക്കിയ കൂറ്റൻ പന്തലിലായിരുന്നു മൂത്ത മകളുടെ വിവാഹം നടന്നത്. ശീതീകരണ സംവിധാനമടക്കം സജ്ജീകരിച്ച് അത്യാഡംബരപൂർവ്വമായിരുന്നു വിവാഹമെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2 മക്കൾക്കുമായി 200 പവനിൽ കൂടുതൽ സ്വർണം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വിവാഹം ആഡംബരമായി നടത്തിയതിന്റെ ചെലവ് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാബുവിന്റെ ഭാര്യ ഗീത, സഹോദരൻ ജോഷി എന്നിവരെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. ബാബുവിനെതിരെ കേസെടുത്ത് ഒരാഴ്ചയ്ക്കകം ബാബുവിന്റെ ഭാര്യ ബാങ്ക് ലോക്കർ തുറന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. ഇതേക്കുറിച്ച് അറിയാനായിരുന്നു ചോദ്യം ചെയ്യൽ. ബാബുവിന്റെ കുടുംബത്തിന്റെ ധനസ്ഥിതിയും സ്വത്തുവിവരങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ജോഷിയിൽ നിന്നും തേടിയത്. ബാബുവിന്റെ ബിനാമി എന്നറിയപ്പെടുന്ന ബാബുറാമിന്റെ ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധന അന്തിമഘട്ടത്തിലാണ്. ഇത് പൂർത്തിയായ ശേഷമായിരിക്കും കെ ബാബുവിനെ വിജിലൻസ് ചോദ്യം ചെയ്യുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബ്രിട്ടിൽ ബോൺ രോഗബാധിതരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനുമായുള്ള സംഘടനയായ അമൃതവർഷിണിയുടെ വാർഷിക സംഗമം വാത്സല്യവർഷം 2016 ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. അസുഖബാധിതരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ലോകത്തിന് മാതൃകയാണെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. ചടങ്ങിൽ മല്ലിക സുകുമാരൻ, ലതാ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വാശ്രയ പ്രശ്നത്തിലും യൂത്ത് കോൺഗ്രസ് സമരത്തിലും പ്രതിപക്ഷത്തിന്റെ മുനയൊടിക്കുന്ന പരാമർശങ്ങളായിരുന്നു മുഖ്യമന്ത്രിയുടേത്. കരിങ്കൊടി കാണിച്ച പ്രവർത്തകരെ ചാനൽ ക്യാമറ വാടകയ്ക്കെടുത്തതു മുതൽ ചുവന്ന മഷി പുരട്ടി തന്നെ ആക്രമിച്ചുവെന്ന സമരക്കാരുടെ നടപടി ലജ്ജാകരമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഈ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ ബാനറുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷ പ്രതിഷേധം സഭയിൽ ആരംഭിച്ചിരുന്നു. അതിൽ തൊട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസ്യ പ്രസംഗം. ഗാലറിയിലുള്ള പ്രസ്സിനെ കണ്ടുകൊണ്ട് മാത്രം കൊണ്ടുവന്ന ബാനറായിരുന്നു അത്. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ബാനർ അവർ താഴെയിട്ടു. പിന്നെ അത് എടുത്തു പൊക്കാനുള്ള ശേഷി അവരുടെ കൈക്കുണ്ടായില്ല. കൂടാതെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സമരത്തിനെത്തിയവർ ചുവന്ന മഷിക്കുപ്പിയുമായി എത്തിയതിലും മുഖ്യമന്ത്രി മറുപടി നൽകി. ഇന്നലെ ചുവന്ന മഷിക്കുപ്പിയുമായി വന്നുകൊണ്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ പ്രതിപക്ഷത്തെ ഏറെ പ്രകോപിപ്പിച്ചത് കരിങ്കൊടി കാണിച്ച സമരക്കാർ ചാനലുകാർ വാടകയ്ക്കെടുത്തത് എന്ന പരിഹാസ്യമായിരുന്നു. നിങ്ങൾ വാടകയ്ക്കെടുത്തതല്ല അദ്ദേഹം പറഞ്ഞു. ഇതിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് മറുപടിയും നൽകി. ഞങ്ങൾ സമരം നടത്തിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം തന്നെയാണ്. ഏതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ.
ഞങ്ങളുടെ പ്രവർത്തകന്മാർ കരിങ്കൊടി കാണിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? വാടകയ്ക്കെടുത്ത ആളുകളാണെന്ന് പറയുന്നു. ഇത് DYFI അല്ല, യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് ഞാൻ പിണറായി വിജയനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രസംഗത്തിലെ പരിഹാസത്തിന് പുറമെയായിരുന്നു പ്രതിപക്ഷ MLA-മാരെ സഭാ നടപടികൾ പഠിപ്പിക്കണമെന്ന മുഖ്യമന്ത്രിയുടെ ഉപദേശവും. പ്രതിപക്ഷത്തിനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗം സ്പീക്കർ പരിശോധിക്കണമെന്നും സഭാ നടപടികൾക്ക് യോജിച്ചതല്ലെങ്കിൽ നീക്കം ചെയ്യണം എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. നിയമസഭയിൽ നിന്നും S. ഷീജ.